വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിൽ 18,903.59 ഏക്കർ ഭൂമി റിസർവ് വനമാക്കി മാറ്റിയതായി രേഖകൾ. ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ രഹസ്യ നീക്കം നടത്തുന്നതായുള്ള ആരോപണം ശരിവെക്കുന്ന നടപടികളാണ് സമീപ കാലയളവിൽ വനം റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനു പുറമെ കൂടുതൽ പ്രദേശങ്ങൾ റിസർവ് വനമാക്കാനുള്ള നീക്കം അണിയറയിൽ നടന്നുവരുന്നതായും സൂചനയുണ്ട്. കഴിഞ്ഞ 9 വർഷത്തിനിടെ കണ്ണൻദേവൻ റിസർവ് 17,066.49 ഏക്കർ, സൂര്യനെല്ലി റിസർവ് 714.26, കുമളി റേഞ്ച് ഓഫീസ് കോമ്പൗണ്ട് റിസർവ് 6.59, ചെങ്കുളം റിസർവ് 214.93, ചിന്നക്കനാൽ റിസർവ് 897.62, ആനയിറങ്കൽ റിസർവ് 3.69 എന്നിവിടങ്ങളാണ് റിസർവ് വനം ആക്കിയത്. ജില്ലയിൽ വനം വകുപ്പ് നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുമ്പോഴും കൂടുതൽ പ്രദേശങ്ങൾ റിസർവ് വനമാക്കുവാനും കർഷകരെ ദ്രോഹിക്കുവാനുമുള്ള നടപടികൾ നടന്നുവരുന്നത് കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇടുക്കിയിൽ ഘട്ടം ഘട്ടമായി ആളുകളെ കുടിയൊഴിപ്പിച്ച് വനമാക്കുവാനുള്ള ഗൂഢശ്രമമാണ് നടത്തുന്നതെന്ന വാദത്തിന് അടിവരയിടുന്ന നടപടികളാണ് സമീപ നാളുകളിൽ നടന്നുവരുന്നതെന്നാണ് കോൺഗ്രസ് ആരോപണം. അതായത് കേരള രൂപീകരണ കാലഘട്ടം മുതലോ അതിനു മുമ്പോ അതല്ലെങ്കിൽ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പോ താമസമാക്കിയ പ്രദേശങ്ങൾ 100-150 വർഷം പഴക്കമുള്ള പഴയ രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് അതെല്ലാം വനഭൂമിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ ഇടുക്കി ജില്ലയിലെ ഏത് പ്രദേശവും വനഭൂമിയായിട്ട് പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് സാഹചര്യം. ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലുള്ള ദുരന്തത്തിലേക്ക് ഇടുക്കിയിലെ ജനങ്ങളെ തള്ളിവിടുന്നത്. ഇത് അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണ്. ഇടുക്കിയിലെ ജനങ്ങളെ സമ്പൂർണമായും ഇവിടെ നിന്ന് കുടിയിറക്കി ഈ പ്രദേശത്തെ മുഴുവൻ വനഭൂമിയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും അനുദിനം വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഈ കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് 1/1/1977 മുമ്പ് ഭൂമി കൈവശം വെച്ച് കൃഷി ചെയ്ത് പാർത്തു വരുന്ന കൃഷിക്കാർക്ക് അവരുടെ ഭൂമി സമ്പൂർണമായും പട്ടയം കൊടുത്തുകൊണ്ട് നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്നും നടപടികളിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. വന്യമൃഗശല്യത്താൽ ജനം പൊറുതിമുട്ടുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ പ്രദേശങ്ങൾ വനഭൂമിയാക്കി മാറ്റുവാൻ വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. CHR മേഖലയിലെ പ്രതിസന്ധികളടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.